മറ്റുള്ളവരുടെ ഓർമ്മയിൽ തെളിമയോടെ നിൽക്കാൻ നാമൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. ഓർമ്മിക്കപ്പെടാൻ ആശിക്കുന്നത് മനുഷ്യ സഹജവും. ആ മനുഷ്യനോട് മർക്കോസിൻ്റെ മാളികമുറിയിൽ ആ സായം സന്ധ്യയിൽ ദൈവം പറയുകയാണ്, എൻ്റെ ഓർമ്മയ്ക്കായത് ചെയ്യുവനെന്ന്. അപ്പം ഉയർത്തി ഇതിൻ്റെ ശരീരമാണെന്നും പാനപാത്രമുയർത്തി ഇതിൻ്റെ രക്തമാണെന്നും അറിയിയപ്പോൾ ഈശോയുടെ നെഞ്ചൊന്ന് പിടഞ്ഞിരിക്കും. പക്ഷേ ആ മുറിയിലെ മങ്ങിയ വിളക്കിൻ വെട്ടത്തിൽ സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അറിയിയിട്ടുള്ള കർത്താവ് തൻ്റെ ചങ്കുകൾക്ക് വേണ്ടി സ്വന്തം ചങ്ക് മുറിച്ച് നൽകി, ഒരു നൈവേദ്യം പോലെ. പ്രിയ സ്നേഹിത, വിശുദ്ധ കുർബാന കോടിയിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടുകാരൻ്റെ കോടിയുണ്ടിട്ടോ ഞാൻ എന്നുള്ള ഉറപ്പാണ്. നീ തള്ളിപ്പറഞ്ഞാലും ഒറ്റിക്കൊടുത്താലും ഉപേക്ഷിച്ചു പോയാലും കുതികാല് വെട്ടിയാലും നിന്നോട് കൂട്ടുകൂടാൻ ആഗ്രഹിച്ച് വിശുദ്ധ കുർബാനയായവൻ അടയ്ക്കപ്പെട്ട സക്രാരിയിൽ നിന്നെ കാത്തിരിപ്പുണ്ട്. ഇനിമേൽ നീ അവനെ കൂടെ കൂട്ടണം. അപ്പോൾ നിൻ്റെ കൂടെ ചിരിക്കാനും കരയാനും, നിന്നെ നെഞ്ചു പൊട്ടുമ്പോൾ നിന്നെ ചേർത്ത് പിടിക്കാനും, നിന്നോടുള്ള സ്നേഹം മൂത്ത് നിനക്ക് വേണ്ടി ഇല്ലാതായൊരു ദൈവത്തെ നീ കണ്ടുമുട്ടും. അപ്പോൾ ഈ പെസഹ നിന്റെ ജീവിതത്തിൽ കടന്നു പോക്കായിരിക്കില്ല, കർത്താവിൻ്റെ കടന്നുവരവായിരിക്കും. ആമേൻ.